അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഏറ്റവും ലളിതമായ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അതായത് ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു സംശയം. വിശുദ്ധമായ ഷഅബാൻ 15 ശേഷം, അതായത് ബറാഅത്തിൻ്റെ ദിവസത്തിന് ശേഷം വിശുദ്ധമായ റമദാന് വരെ കഴിഞ്ഞുപോയ റമദാൻ മാസത്തിലെ നോമ്പ് ഖദാ വീട്ടാൻ പറ്റുമോ? ഒന്നാമത്തെ സംശയം അതിനുള്ള ഉത്തരം കൃത്യമായി പറഞ്ഞു തരാം. രണ്ടാമത്തെ സംശയം, ഈ ദിവസങ്ങളിൽ സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ? അതിനുള്ള ഉത്തരം കൂടി പറയാം. ഇനി മൂന്നാമത്തെ സംശയം, നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട്, ആ നേർച്ചയാക്കിയ നോമ്പ് കുറച്ച് ബാക്കിയുണ്ട്, എന്നാൽ ഈ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ? ഈ മൂന്ന് സംശയങ്ങൾക്കും കൃത്യമായ മറുപടി ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഇത് പലപ്പോഴുമായിട്ട് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം വളരെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് കഴിഞ്ഞു പോയ റമദാൻ മാസം ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഈ വരുന്ന വിശുദ്ധമായ റമദാൻ മാസത്തിന് മുമ്പ് ഖദാ വീട്ടാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ അവർ എന്ത് ചെയ്യണം എന്നുള്ള വിഷയം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൃത്യമായി ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അതിനിടയിൽ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, ഞാൻ കുറച്ച് വീഡിയോകളിലായി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ രേഖപ്പെടുത്തുന്ന ആളുകൾക്ക് പ്രത്യേകമായ അനുമോദനവും അതുപോലെ സമ്മാനമൊക്കെ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളുടെ വിജയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിലും വീഡിയോയുടെ വിശദാവതരണവുമായി ബന്ധപ്പെട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചോദ്യം ചോദിക്കും. അതിനുള്ള ഉത്തരം നിങ്ങൾ രേഖപ്പെടുത്തണം. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ കണ്ട് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണിത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കാം. ചില ദിവസങ്ങളിൽ നോമ്പ് നോക്കൽ ഹറാമാണ്. നമുക്കറിയാം ഏതൊക്കെ ദിവസങ്ങളിൽ. 1-2 പെരുന്നാൾ ദിനം നോമ്പ് നോക്കാൻ പാടില്ല. അതേപോലെ അയ്യാമത്ത് തശ്രീഖിൻ്റെ 3 ദിനങ്ങൾ. അയ്യാമത്ത് തശ്രീഖിൻ്റെ 3 ദിനങ്ങൾ എന്ന് വെച്ചാൽ ദുൽഹിജ്ജ 11, 12, 13 ഈ 3 ദിനങ്ങളും നോമ്പ് നോക്കാൻ പാടില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷഅബാൻ 15 ശേഷം നോമ്പ് നോക്കാൻ പാടുണ്ടോ എന്നുള്ള വിഷയമാണ്. അവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ഒരാൾക്ക് നോമ്പ് ഖദാ വീട്ടാനുണ്ട്. അതായത് കഴിഞ്ഞു പോയ റമദാൻ മാസത്തെ ഒരു നോമ്പ് ഖദാ വീട്ടാനുണ്ടെങ്കിൽ അവർക്ക് ഷഅബാൻ 15 ശേഷം നോക്കാം. അങ്ങനെ ഖദാ വീട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല. നോമ്പ് ഷഅബാൻ 15 ശേഷം നോമ്പ് നോക്കാൻ ചില ആളുകൾക്ക് പാടില്ല. ആദ്യം ആർക്കൊക്കെ പറ്റുമെന്നുള്ള വിഷയം ഞാൻ ഇങ്ങോട്ട് പറയാം. അതായത് ഷഅബാൻ 15 ശേഷം നോമ്പ് ഖദാ വീട്ടാനുണ്ട്. അതായത് കഴിഞ്ഞു പോയ റമദാൻ മാസത്തെ കുറച്ച് നോമ്പ് ബാക്കിയുണ്ട്. ആ നോമ്പ് ഖദാ വീട്ടിയിട്ടില്ല, അതിന് കുറച്ച് ഖദാ വീട്ടാൻ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള ആളുകൾക്ക് ഷഅബാൻ 15 ശേഷവും നോമ്പ് ഖദാ വീട്ടി തീർക്കാവുന്നതാണ്. ഇനി നോമ്പ് ഖദാ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഇനി വരുന്ന റമദാനിന് മുമ്പ് ഖദാ വീട്ടി തീർക്കാനുള്ള ശ്രമം നടത്താം. അപ്പോൾ നോമ്പ് ഖദാ ആയിട്ട് അത് വീട്ടാൻ ബാക്കിയുള്ള ആളുകൾക്ക് ഈ വരുന്ന റമദാനിന് മുമ്പ് മാക്സിമം ഖദാ വീട്ടേണ്ടതുണ്ട്. അവർക്ക് ഈ ഷഅബാൻ 15 ശേഷം, അതായത് ബറാത്തിന് ശേഷമുള്ള ദിനങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്, നോമ്പ് ഖദാ വീട്ടാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ദിവസങ്ങളിൽ സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷഅബാൻ 15 ശേഷം ഒരാൾക്ക് നേരത്തെ നോമ്പ് നോക്കുന്ന ഒരു പതിവുണ്ട്. അതായത് റജബിൽ എല്ലാ ദിവസങ്ങളിലും ഷഅബാനിൽ എല്ലാ ദിവസങ്ങളിലും അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വരാണ്. അങ്ങനെയുള്ള ആളുകൾ റജബിൽ എല്ലാ ദിവസവും നോക്കി, ഷഅബാനിൽ നേരത്തെ നോക്കി, ഇനിയുള്ള ദിവസങ്ങളിലും ഷഅബാനിൽ നോക്കാം. നേരത്തെ നോമ്പ് നോക്കുന്ന ഒരു പതിവ് ഒരു തുടർച്ചയാണ്. റജബിൽ മൊത്തം നോക്കി, ഷഅബാനിൽ മൊത്തം 15 വരെ നോക്കി, ഇനി അങ്ങോട്ട് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നോമ്പ് നോക്കാം. ആ തുടർച്ച പല ആളുകളും കീപ്പ് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നോമ്പ് നോക്കാം. അപ്പോൾ ഷഅബാൻ 15 ശേഷം നേരത്തെ നോമ്പ് നോറ്റ് പോരുന്ന ആളുകൾക്ക്, അതായത് റജബ് മൊത്തം ഷഅബാൻ മൊത്തം എന്ന രൂപത്തിലൊക്കെ ആയിട്ട് നോമ്പ് നോറ്റ് പോരുന്ന ആളുകൾക്കും ഈ ഷഅബാൻ 15 ശേഷം നോമ്പ് നോക്കാവുന്നതാണ്. ബറാത്തിന് ശേഷം നോമ്പ് നോക്കാവുന്നതാണ്. അതിന് ഒരാൾ എല്ലാ തിങ്കളാഴ്ചകളും എല്ലാ വ്യാഴാഴ്ചകളും നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കും നോമ്പ് അനുഷ്ഠിക്കാം. കാരണം എന്തേ? അവർക്ക് നേരത്തെ എല്ലാ തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് അവരുടെ ശീലമാണ്. അങ്ങനെയുള്ള ആളുകൾക്കും ഇവിടെയും നോമ്പ് അനുഷ്ഠിച്ച് പോരാവുന്നതാണ്. ഇനി കുറച്ച് പേർക്ക് നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട്. ആ നേർച്ചയാക്കിയ നോമ്പും ഈ സമയത്ത് അനുഷ്ഠിക്കാവുന്നതാണ്. നോമ്പ് നേർച്ചയാക്കാന്ന് വെച്ചാൽ എന്തായി? അത് നിർബന്ധമായിട്ട് മാറി. ഒരു സുന്നത്തായ പ്രവർത്തനത്തെ നമ്മൾ നേർച്ചയാക്കുന്ന മൂലം ഫറലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോമ്പ് നോറ്റ് വിടണം. അവർക്കും ഈ ഷഅബാൻ 15 ശേഷം നോമ്പ് നോക്കാവുന്നതാണ്. ഇനി ഈ പറഞ്ഞ രൂപത്തിലൊന്നും അല്ലാതെ, നേരത്തെ സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു പതിവില്ലാത്ത, അല്ലെങ്കിൽ നോമ്പ് ഖദാ ഇല്ലാത്ത, അല്ലെങ്കിൽ നോമ്പ് നേർച്ചയാക്കിയവരല്ലാത്ത, ഇങ്ങനെയൊന്നും അല്ലാതെ പുതുതായി ഷഅബാൻ 15 ശേഷം കുറച്ച് സുന്നത്ത് നോമ്പുകൾ നോക്കാൻ ആഗ്രഹിക്കുക, ആ ഒരു രീതി സ്വീകരിക്കാൻ പാടില്ല. അത് പാടില്ലാത്ത കാര്യമാണ്.
അതേ സമയത്ത് നേരത്തെ ഉള്ള ഒരു തുടർച്ചൻ്റെ ബാക്കി എന്ന നിലക്കോ അല്ലെങ്കിൽ റമദാന്റെ നോമ്പ് കലാവിട്ടാൻ എന്ന നിലക്കോ അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പോ അവർക്ക് നോക്കാവുന്നതാണ്. അതേ സമയത്ത് ഇതുവരെ നോറ്റി അങ്ങനെ ഒരു ശീലിക്കാതെ വെറുതെ ഷാബാൻ 15 കുറച്ച് സുന്നത്ത് നോമ്പുകൾ ആഗ്രഹിച്ച് നോക്കുക എന്നുള്ള ആ പുതുതായി നമ്മൾ ഉണ്ടാക്കി നോക്കുന്ന ആ ഒരു രീതി, അത് നേരത്തെ അങ്ങനെ നോക്കിയൊരു തുടർച്ചയൊന്നുമില്ല, അല്ലെങ്കിൽ റമദാൻ നോമ്പ് കലാവിട്ടാനുമില്ല, അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പുമില്ല, അങ്ങനെയൊന്നും ഇല്ലാതെ പുതുതായി ഒരു നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു രീതി ഈ ഷാബാൻ 15 ശേഷം ഉണ്ടാക്കുക. അത് പാടില്ലാത്ത കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ആവശ്യം മനസ്സിലാക്കുക. അപ്പോൾ ആർക്കാണ് നോമ്പ് നോക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് മനസ്സിലായി, ആർക്കൊക്കെ പാടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞത് ഷാബാൻ 15 ശേഷം നോമ്പ് കലാ വിട്ടാൻ പറ്റുമോ, സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ, നേർച്ചയാക്കിയ നോമ്പ് നോക്കാൻ പറ്റുമോ എന്നുള്ള വിഷയങ്ങളൊക്കെയാണ്. ഇനി ഒരാൾക്ക് നോമ്പ് കലാ വിട്ടാൻ പറ്റിയിട്ടില്ല, എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് 10 നോമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ നോമ്പ് നോക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ ആ 10 നോമ്പ് കലാ വീട്ടി തീർക്കാൻ പറ്റും. മാക്സിമം ഇനി റമദാൻ മുമ്പ് എത്ര കലാ വീട്ടി തീർക്കാൻ പറ്റുമോ അത്ര കലാ വീട്ടി തീർക്കാം. ഇനി കലാ വീട്ടി തീർക്കാനേ പറ്റിയിട്ടില്ല, ഒരാൾക്ക് നോമ്പ് ബാക്കിയായി. അങ്ങനെ ബാക്കിയായത് അയാൾ ഒരു വർഷം പിന്തിപ്പിച്ചത് കാരണത്തോടു കൂടെയാണെങ്കിൽ അയാൾ അടുത്ത റമദാനിന് ശേഷം നോമ്പ് കലാ വീട്ടിയാൽ മാത്രം മതി. പക്ഷെ ഇങ്ങനെ പിന്തിപ്പിക്കാൻ, ഒരു വർഷം പിന്തിപ്പിക്കാൻ കാരണമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അയാൾക്ക് നോമ്പ് കലാ വീട്ടുന്നതോടൊപ്പം ഒരു മുദ്ദ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കാരണമായിട്ട് എന്താണ് വരിക? ഇപ്പോൾ ഒരാൾക്ക് രോഗമായതുകൊണ്ട് ഒരു വർഷം നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല, കലായി പോയ നോമ്പ്, അതൊരു കാരണമായിട്ട് പരിഗണിക്കപ്പെടും. അതേപോലെ ഒരു ഉമ്മാക്ക് കുഞ്ഞിനിക്ക് മുലപ്പാൽ കൊടുക്കാനുണ്ടായി, കുഞ്ഞിനിക്ക് മുലപ്പാൽ കൊടുക്കുക എന്നുള്ള കാരണം കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയിട്ടില്ല, അത് ഒരു കാരണമായിട്ട് പരിഗണിക്കപ്പെടും. അല്ലെങ്കിൽ ഒരാൾ നിരന്തരമായ ഒരു ആവശ്യമുള്ള ഒരു യാത്രയിലായി, ആ യാത്രയിലാകുന്നു എന്നുള്ള കാരണം കൊണ്ട് ഒരു വർഷം മുഴുവൻ യാത്രയിലായി, അതുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയിട്ടില്ല, അതൊക്കെ കാരണമായിട്ട് പരിഗണിക്കപ്പെടും. അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ വീട് കൂടി ഉണ്ടായത്, ചിലയിടങ്ങളിൽ കല്യാണങ്ങൾ ഉണ്ടായത്, അതിന് പോയതുകൊണ്ട് നോമ്പ് നോക്കാൻ പറ്റരുത്, ഇതൊന്നും അങ്ങനെ കാരണമായിട്ട് പരിഗണിക്കൂല. ആവശ്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ രോഗം കാരണമൊക്കെ പിന്തിപ്പിക്കേണ്ടത് വന്നതാണ്. ഒരു വർഷം മുഴുവൻ രോഗമായി, ഈ രോഗാവസ്ഥ കൊണ്ട് ഒരാൾക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റാതൊക്കെയായി വന്നാൽ അതൊക്കെ കാരണമായിട്ട് പരിഗണിക്കപ്പെടും. ഈ റമദാൻ ശേഷം സുഖം പ്രാപിച്ചപ്പോൾ അയാൾ നോമ്പ് കലാ വീട്ടിയാൽ മാത്രം മതി, മുദ്ദ കൊടുക്കേണ്ടതില്ല. കാരണമില്ലാതെ ഒരു വർഷം പിന്തിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ മുദ്ദ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് മറ്റു നോമ്പിൻ്റെ മുദ്ദ എന്നുള്ള വീഡിയോയിൽ കൃത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇൻഷാ അല്ലാഹ്. ഇനി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാൻ ഈ പറഞ്ഞ വിഷയാവതരണവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ. അപ്പോൾ നോമ്പ് ഖളാ ഉള്ളവർക്ക് നോമ്പ് വിശുദ്ധമായ ഷാബാൻ 15 ശേഷം ബറാത്തിൻ്റെ ദിവസത്തിന് ശേഷമുള്ള ദിനങ്ങളിൽ നോമ്പ് ഖളാ വീട്ടാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു. ചോദ്യം ഇതാണ്, ഒരാൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട്, ഒരു 10 നോമ്പ് അയാൾ നേർച്ചയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 3 നോമ്പ് അയാൾ നേർച്ചയാക്കിയിട്ടുണ്ട്. അങ്ങനെ നേർച്ചയാക്കിയ നോമ്പ് ഷാബാൻ 15 ശേഷം നോറ്റ് വീട്ടാൻ പറ്റോ ഇല്ലേ? നോമ്പ് നേർച്ചയാക്കിയവർക്ക് നേർച്ചയാക്കിയത് പറ്റും എന്നാണെങ്കിൽ നേർച്ചയാക്കിയ നോമ്പ് പറ്റും എഴുതുക. നേർച്ചയാക്കിയ നോമ്പ് പറ്റൂല എങ്കിൽ നേർച്ചയാക്കിയ നോമ്പ് പറ്റൂല എന്നുള്ള കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. അതായത് നോറ്റ് വിട്ടാൻ പറ്റൂല എന്നാണ് ഉദ്ദേശം, അല്ലെങ്കിൽ നോറ്റ് വിട്ടാൻ പറ്റുമെന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നോമ്പ് നേർച്ചയാക്കിയത് നോറ്റ് വിട്ടാൻ പറ്റും എഴുതുക. ഇനി നോറ്റ് വിട്ടാൻ പറ്റൂല എങ്കിൽ നോറ്റ് വിട്ടാൻ പറ്റൂല എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഏതാണ് നിങ്ങളുടെ ഉത്തരം അത് എഴുതുക, ഇൻഷാ അല്ലാഹ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, പറ്റുന്ന ആളുകൾ ജോയിൻ ചെയ്യാം. ഏതായാലും ഉപകാരപ്രദമായ ഒരുപാട് അറിവുകൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അവന് പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും ദുആ വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.